ഒരു സിംഗിൾ മലയാളിയായിട്ടും ഇതുവരെ അരികെ യൂസ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. കാരണം യു ആർ റിയലി മിസ്സിങ് ഔട്ട്. മലയാളികളെ മീറ്റ് ചെയ്യാനും പ്രണയം കണ്ടെത്താനും ഇന്നത്തെ കാലത്ത് അരികേനെക്കാട്ടിലും ബെറ്റർ ഓപ്ഷൻ ഇല്ല. യുവജനങ്ങൾക്കിടയിൽ പ്രസിദ്ധമായ അരികെ എന്ന ഡേറ്റിംഗ് ആപ്പ് വഴി യുവതികൾക്ക് കെണിയൊരുക്കുകയാണ് ടോം തോമസ് എന്നും യുവതികൾക്കിടയിൽ ഇച്ചായൻ എന്നും അറിയപ്പെടുന്ന ഈ മാന്യൻ ചതിക്കുഴി ഒരുക്കുന്നത്. വിവാഹം കഴിച്ച് കൗമാരക്കാരായ 2 കുട്ടികളുള്ള ഇയാൾ ആക്ച്വലി ഞാൻ ഡേറ്റിംഗ് ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അരികെയാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ സിൻസിയർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കിട്ടുന്നുണ്ട്, ലൈക്ക് ഫേക്ക് ആയിട്ടുണ്ട്. ഡേറ്റിംഗ് ആപ്പ് യൂസ് ചെയ്യുന്ന ആളുകളുടെ മെത്തേഡ് അനുസരിച്ചിട്ട് അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നമ്മളെ എഫക്റ്റ് ചെയ്യും. പോസിറ്റീവ് എന്ന് പറയുമ്പം ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് ഫ്രീ ഓഫ് ടൈമിൽ ഒന്ന് കറങ്ങാൻ പോകാനും ജസ്റ്റ് എന്താ പറയുക കുറച്ച് ടൈം സംസാരിക്കാനും നല്ലൊരു ഫ്രണ്ട്ഷിപ്പിനും ഡേറ്റിംഗ് ആപ്പ് യൂസ് ചെയ്യാം. നെഗറ്റീവ് എന്ന് പറയുമ്പം ഫേക്ക് ആയിട്ടുള്ള കുറേ അക്കൗണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരത് ഏത് രീതിയിൽ യൂസ് ചെയ്യുന്ന നമുക്കറിയില്ല. മേ ബി നമ്മൾ നല്ല വശം ആയിരിക്കും, നമ്മളെ ഒരു ഒഫീഷ്യൽ ടോക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക വളരെ സിമ്പിളായിട്ട് ചെറിയ റൈഡും കാര്യങ്ങളായിരിക്കും. അവരത് ഏത് രീതിയിലാണോ യൂസ് ചെയ്യുന്നത് നമ്മളത് ബാധിക്കും. അതാണ് അതിൻ്റെ നെഗറ്റീവ് വരുന്നത്. അല്ല പിന്നെ ഡേറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫേസ് ടു ഫേസ് നേരിൽ കണ്ട് സംസാരിച്ച് ഒരാളെ പ്രപ്പോസ് ചെയ്ത് പതിയെ ആവുന്നതും ഒരു എവിടെയോ രണ്ടറ്റത്തിരുന്ന് അല്ല ഏതോ രണ്ടറ്റത്തിരുന്ന് പരസ്പരം മിണ്ടി പിന്നീട് എപ്പോഴോ കണ്ട് അയ്യോ ഇങ്ങനെ ആളെ അല്ലല്ലോ ഞാൻ എക്സ്പെക്ട് ചെയ്തത്, അങ്ങനെ സിറ്റുവേഷൻ വരാലോ. അത് നല്ല ഫേസ് ടു ഫേസ് അല്ലേ? അത് ശരിയാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഡേറ്റിംഗ് ആപ്പ് ഇപ്പം യൂസ് ചെയ്യുന്നത് കൂടുതൽ കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ്. എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പം എന്താ പറയുക സിംഗിൾ ലൈഫ് ആണെങ്കിൽ അല്ലെങ്കിൽ സിംഗിൾ പാരൻറ്റിങ് ആണെങ്കിൽ നമ്മളൊരു ഡേറ്റിംഗ് ആപ്പിലൂടെ യൂസ് ചെയ്യുന്ന ഫ്യൂച്ചർ ഒരു കപ്പിൾ ഗോൾസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പലരും കമ്മിറ്റഡ് ആണ്, അല്ലെങ്കിൽ പലരും മാരീഡ് ആണ്, പലർക്കും നിലവിൽ ഗേൾ ഫ്രണ്ട് ഉണ്ട്. എന്നാൽ കൂടി അവരൊരു എൻജോയ്മെൻറ്റ് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ ആപ്പുകൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് കിട്ടിയിട്ടുണ്ട് കുറേ. അപ്പം ഡേറ്റിംഗ് ആപ്പുകൾ നല്ലതാണോ മോശമാണോ? യൂസ് ചെയ്യുന്ന ആളുടെ ക്യാരക്ടർ അനുസരിച്ചിട്ട് നമുക്കതിൻ്റെ വശം എന്തിനും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ് ഉണ്ട്. നമ്മുടെ ക്യാരക്ടർ അനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ പോസിറ്റീവ് എടുക്കാം അല്ലെങ്കിൽ നെഗറ്റീവ് എടുക്കാം. നമ്മളെ എഫക്റ്റ് ചെയ്യും. തീർച്ചയായിട്ടും. ഇപ്പം ഞാനൊരു കൺട്രോളിംഗ് ഇല്ലാതെ ഈ ആപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് നെഗറ്റീവ് വശമായിരിക്കും റിഫ്ലക്ട് ചെയ്യാം. അതെല്ലാം ഞാൻ വളരെ തന്ത്രപൂർവ്വം യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ നമ്മുടെ ഡേറ്റിംഗ് ആപ്പുകളാണ് ഇപ്പൊ ഒരു വിഷയമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഡേറ്റിംഗ് ആപ്പിനകത്ത് തന്നെ പർട്ടിക്കുലർ ആയിട്ട് അരികെ എന്ന് പറഞ്ഞ ആപ്പ് വഴി നടക്കുന്ന ഉഡായിപ്പുകളാണ് ഇപ്പൊ ഈ പുള്ളിക്കാരി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാൽ ഈ അരികെ ആണെങ്കിലും പല പല സെലിബ്രിറ്റിമാരും, അതായത് സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ വലിപ്പ ചെറുപ്പം തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ ഈ അരികെ ആണെങ്കിലും എല്ലാം ഇങ്ങനെയായിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പൊ ഇവര് പ്രൊമോട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴത്തേക്ക് ഏകാന്തത അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാളായിട്ട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അതൊരു നല്ലൊരു കാര്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള രീതിക്കാണ് ഇവർ ഈ പറഞ്ഞ അരികെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കണ്ടല്ല അഹാന കൃഷ്ണയൊക്കെ വന്നിരുന്നിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇതേപോലെ ഇഷ്ടംപോലെ സെലിബ്രിറ്റീസ് നമുക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോൾ യൂട്യൂബ് തുറന്നാൽ തന്നെ ഇതേപോലുള്ള ഒരു ആപ്പുകളൊക്കെ വന്നിരുന്നിട്ട് പ്രൊമോട്ട് ചെയ്യണത്. ഇപ്പം മുമ്പ് ഒരു ഫ്രണ്ട് ആപ്പ് എന്ന് പറഞ്ഞിട്ടൊരു വിഷയം ഉണ്ടായി, ഇപ്പം അരികെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ അരികെ വഴി നടക്കുന്ന ഉഡായിപ്പുകൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം. ഇപ്പം ഈ ഡേറ്റിംഗ് ആപ്പുകളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കരുത് എന്നല്ല എനിക്ക് പറയാനുള്ളത്. പക്ഷെ നമ്മളിപ്പോൾ ഒരു സെലിബ്രിറ്റി ഇത് ചെയ്യുന്ന കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മൾ വിചാരിക്കും ഓ ഇവരൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ടല്ലേ, ഇവരൊന്ന് ജന്മത്തിൽ ഇത് പറഞ്ഞ സാധനം ഒന്നും ഉപയോഗിക്കുന്നുണ്ടാവില്ല, കാര്യം ഇവർക്കൊക്കെ അറിയരുതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമയവും നമ്മുടെ ലൈഫ് തന്നെ ഒരുമാതിരി കുട്ടിച്ചോറാക്കാൻ മാത്രം കേൾപ്പുള്ള സാധനമാണ്. കാര്യം നമ്മൾ ഇതുവഴി കാണുന്ന ഒരാൾ, അയാൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു സ്ട്രേഞ്ചറാണ്. അപ്പോൾ അയാൾ എങ്ങനെയുള്ള ആളാണ്, അയാൾക്ക് എന്തൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ട്, ഇതൊന്നും നമുക്കറിയില്ല. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് കാണുന്നതെന്ന് പറഞ്ഞാൽ ഇയാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രൊഫൈൽ, ഇപ്പം ഇയാൾ ഡോക്ടറാന്ന് പറഞ്ഞാണ് വരുന്നതെങ്കിൽ ഇയാൾ ഡോക്ടർ അങ്ങനത്തെ രീതിക്കായിരിക്കും നമ്മൾ കാണുന്നത്. അപ്പം അല്ലെങ്കിൽ ഇയാൾ ഇപ്പോൾ വലിയൊരു അത്രയും റിച്ച് ആയിട്ടുള്ള ഒരാളാണെന്ന് പറഞ്ഞ് വന്നെയാണെങ്കിൽ അങ്ങനെ ആയിരിക്കും നമ്മൾ കാണുന്നത്. അതിപ്പോൾ ആണാണെങ്കിൽ പെണ്ണാണെങ്കിലുള്ള കേസാണ് ഞാൻ പറയുന്നത്. പല ഹണി ട്രാപ്പുകളും പലതും ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ ഡേറ്റിംഗ് ആപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പം അതേപോലത്തെ പല കെണികളും അവിടെ ഉണ്ടാവും. പിന്നെ അവിടെ കാണുന്ന പ്രൊഫൈലുകളിൽ ഒരു 80 അല്ലെങ്കിൽ ഒരു 90% നമുക്ക് പറയാൻ പറ്റും ഫേക്ക് ആയിട്ടുള്ള സാധനങ്ങളാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുക. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല ആൾക്കാരും ഇങ്ങനെ തോന്നിയ പേരും തോന്നിയ ഇതൊക്കെ ഇട്ടിട്ടാണ് അവിടെ നിൽക്കുന്നത്. ഇതിനൊന്നും ഒരു ജെനുവിനിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ആപ്പാണ് ഈ പറഞ്ഞ ഈ അരികെ എന്ന് പറയുന്നത്. പിന്നെ അരികെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അമ്മാതിരി ഈ പ്രൊമോഷൻ കൊണ്ട് നമ്മളെയൊക്കെ ഒരു വെറുപ്പിച്ചൊരു ആപ്പും കൂടെയാണ് ഈ അരികെ. പിന്നെ ഒരു സമയത്ത് അരികേനെ പറ്റി ഒരു ഇതുണ്ടായി, അതായത് അതിനകത്ത് കയറണമെങ്കിൽ നമ്മുടെ ജാതകം വരെ കൊടുക്കണം. അവസാനം ജാതകം നോക്കി അവർ കെണിച്ച് നമുക്ക് പറ്റിയ ആളെ കണ്ടുപിടിച്ച് തരും എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായി. അപ്പം അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്നെങ്കിൽ അറിഞ്ഞൂടാ. ഞാൻ ഈ അരികെ എന്ന് പറഞ്ഞ സാധനം ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. വേറെ പല ആപ്പുകൾ ഞാൻ ജസ്റ്റ് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. ഞാൻ പറയണില്ല ഞാൻ ഇതൊന്നും ഉപയോഗിക്കാത്ത ആളല്ല, അങ്ങനെയൊന്നും ഞാൻ പറയില്ല. ഞാൻ ഇപ്പം ഇതൊന്നും ഉപയോഗിക്കാറില്ല. പക്ഷേ ഒരു സമയത്ത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട് എന്താണ് ഈ പരിപാടി എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇതെന്നൊക്കെ പറഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ സമയം കളയാനായിട്ടുള്ള സാധനമാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് ഈ പറഞ്ഞ സമയം എന്ന് പറയുന്നത്. അത് കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര ചില്ലറ കേസായിട്ട് എനിക്ക് തോന്നുന്നില്ല.
ഇനിയിപ്പോൾ ഈ ഒരു കേസിനകത്തേക്ക് വരുന്നതാണെങ്കിൽ ഇപ്പം പല സെലിബ്രിറ്റീസ് ഇതേപോലെ പ്രൊമോഷൻ നടത്തിയിട്ട് ഇവരങ്ങ് പോവും. പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് ഇതിനകത്ത് വരുന്ന ആൾക്കാർ, അതായത് ഇപ്പം ഒരാൾ ഇതിനകത്ത് ഈ സെലിബ്രിറ്റി ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് കണ്ടിട്ട് ഇത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് അപ്പുറത്ത് ഒരു തന്നെ ഇരിപ്പുണ്ടാവും. അപ്പം ഇവിടുത്തെ കേസിനകത്ത് നമ്മൾ നോക്കണമെങ്കിൽ അവൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലണ്ടനകത്തുള്ള മലയാളിയാണ്. അപ്പോൾ ഇവൻ്റെ പേരെന്ന് പറഞ്ഞാൽ ടോം തോമസ് എന്നാണ് ഇവൻ്റെ പേര്. അപ്പോൾ ടോം തോമസ് ഇച്ചായ എന്നാണ് ഇവൻ അറിയപ്പെടുന്നത്. അപ്പോൾ ഇവൻ്റെ പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ ഈ ഓരോ അതായത് ഇപ്പൊ ഇവന് ഭാര്യയും കൊച്ചൊക്കെ ഉണ്ട് എന്നാണ് നമുക്ക്, പക്ഷെ ഭാര്യ ഇല്ലാന്ന് തോന്നുന്നു, കൊച്ചുങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡിവോഴ്സ് ആണോ എന്തോ ആയിക്കോട്ടെ, അവനെന്തായാലും കൊച്ചുങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ കൊച്ചുങ്ങളെ വെച്ചിട്ടാണ് ഇവന്റെ ഈ പരിപാടി. അതായത് ഈ കൊച്ചുങ്ങളെ വെച്ചിട്ട് ഇവനൊരു ഇമോഷണൽ ട്രാക്ക് പിടിച്ചിട്ട് ഓരോ പെണ്ണുങ്ങളെയൊക്കെ പറ്റിച്ച് ആ പെണ്ണുങ്ങളെ കൊണ്ട് തന്നെ ഇവനുമായിട്ട് ഒരു ലൈംഗിക ബന്ധത്തിനകത്ത് ഏർപ്പെടണമെന്നുള്ള രീതിക്കുള്ള ഓരോ കാര്യങ്ങൾ അവരെ കൊണ്ട് തന്നെ പറയിപ്പിച്ച് ലാസ്റ്റ് അവരുടെ കയ്യിൽ നിന്ന് കാശും കൂടെ അടിച്ചു മാറ്റി ഇവൻ ഏറെക്കുറെ ഇവന് ഏതാണ്ട് 30 ലക്ഷത്തിന്റെ അടുത്ത് ഇവനെ ആൾക്കാരെല്ലാരും കൂടെ പറ്റിച്ചിട്ടുണ്ടെന്നാണ്. അതേപോലെ 7 പെണ്ണുങ്ങളെ ഇവൻ പറ്റിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇപ്പൊ നമ്മൾ കണ്ട ഒരു സംഭവം ഉണ്ടല്ലോ, ഇപ്പൊ ഈ ഒരു പുള്ളിക്കാരി അതിന്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ പറയണ്ടല്ലോ ഈ അരികയുടെ. അപ്പൊ അതേപോലെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ ഇവൻ പറ്റിച്ചിട്ടുണ്ട്. ഇതേപോലുള്ള ആപ്പ് വഴി ഇഷ്ടംപോലെ ആൾക്കാർ ഇവൻ പറ്റിച്ചിട്ടുണ്ട്. മെയിനായിട്ട് ഇവന് ഈ അരിക എന്ന് പറയുന്നത് ഇത് വെച്ചിട്ടാണ് പറ്റിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട ഇത്രേ ഉള്ളൂ. അതായത് നമ്മൾ ഇപ്പൊ ഈ അരികനകത്താണെങ്കിലും ഏത് ആപ്പിനകത്താണെങ്കിലും പരിചയപ്പെടുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നമുക്ക് ഒരിക്കലും 100% വിശ്വസിക്കരുത്. അതിപ്പോ ആരാണെങ്കിലും എന്താണെങ്കിലും അവരെ നമ്മളെ ഒരു കയ്യകലത്തിൽ നമ്മൾ നിർത്താൻ പാടുള്ളൂ. എന്നിട്ട് അല്ലാണ്ട് ഇവരുമായിട്ട് നമ്മൾ കൂടുതൽ ക്ലോസ് ആയിട്ട് ഇപ്പൊ സ്ട്രെയിഞ്ചർ, പലർക്കും പല ഫാന്റസികളും കാര്യങ്ങളൊക്കെ ഉള്ളു. അപ്പൊ അതൊക്കെ വെച്ചിട്ട് സ്ട്രെയിഞ്ചർ ആയിട്ടൊക്കെ പോയിട്ട് ഇങ്ങനെ ഓരോ പരിപാടിക്കൊക്കെ നിന്ന് കഴിഞ്ഞാൽ ലാസ്റ്റ് പണി കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ മൂങ്ങിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇപ്പൊ ഇവനുമായിട്ട് ഇതായിട്ട് കാശ് പോയേക്കണ ആൾക്കാർ, ഇപ്പൊ ഈ മഞ്ജു എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരിയൊക്കെ ഡൽഹിനകത്തുള്ള പുള്ളിക്കാരിയൊക്കെ ഇവന്റെ കെണിനകത്ത് വീണ് ഇവന് കാശ് പോയിട്ടുണ്ട്. 12 ലക്ഷം രൂപകളൊക്കെ കൊടുത്തെന്നാണ് പറയുന്നത്. ഞാൻ ആലോചിക്കണാണ് ഇവരൊക്കെ എന്തെറിഞ്ഞിട്ടാണ് ഈ ഒരു പരിചയമില്ലാത്ത ഇവനൊക്കെ കൊണ്ട് കാശ് കൊടുക്കണത്. എനിക്ക് മനസ്സിലാവുള്ള. ചിലപ്പോൾ ഇവൻ അത്രയും ഇതൊക്കെ ആയിട്ടൊക്കെ പറയുമായിരിക്കും, എന്തെങ്കിലുമൊക്കെ കൺവിൻസിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമായിരിക്കും. പക്ഷെ എന്താണെങ്കിലും നമ്മൾ ഒരിക്കലും നമ്മുടെ കാശോ അല്ലെങ്കിൽ നമ്മുടെ കംഫർട്ട് സോണിനകത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്രൈവറ്റ് സ്പേസിനകത്തേക്ക് നമ്മൾ ഒരാളെ കയറ്റുമ്പോഴത്തേക്കും നമ്മളൊരു 100 വട്ടം അല്ലെങ്കിൽ 1000 വട്ടം നമ്മൾ ചിന്തിച്ചിട്ടേ നമ്മൾ ആ പണിക്ക് നിൽക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇതേപോലുള്ള പണി കിട്ടിക്കഴിഞ്ഞിട്ട് കിടന്ന് മൂങ്ങിക്കൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ലെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇതേപോലുള്ള കെണികളിനകത്തും അതേപോലെ അല്ലെങ്കിൽ ഇതേപോലുള്ള ആപ്പുകളിനകത്തൊക്കെ ചെന്ന് ചാടാണ്ടിരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ നിർത്തണമാണ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്? ഈ വീഡിയോയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ കന്നിരിക്കും. ആക്ച്വലി ഞാൻ ഡേറ്റിംഗ് ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, അരികയാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ സിൻസിയർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കിട്ടുന്നുണ്ട്, ലൈക്ക് ഫേക്ക് ആയിട്ടുണ്ട്. ഡേറ്റിംഗ് ആപ്പ് യൂസ് ചെയ്യുന്ന ആളുകളുടെ മെത്തേഡ് അനുസരിച്ചിട്ട് അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നമ്മളെ എഫക്റ്റ് ചെയ്യും. പോസിറ്റീവ് എന്ന് പറയുമ്പം ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് ഫ്രീ ഓഫ് ടൈമിൽ ഒന്ന് കറങ്ങാൻ പോകാനും ജസ്റ്റ് എന്താ